മഹാദേവൻ അമരന്മാരാക്കിയ 2 പ്രാവുകൾ, മനുഷ്യർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അമർനാഥ് ഗുഹ. ഇന്നും അവിടെ ജീവിക്കുന്ന ഈ 2 പ്രാവുകളുടെ പിന്നിലെ മഹാദേവന്റെ രഹസ്യം. അനന്തമായ ഹിമാലയൻ മരനിരകൾക്കിടയിൽ മഞ്ഞുമൂടിയ ഒരു ഗുഹയുണ്ട് അമർനാഥ്. അവിടെ ഓരോ വർഷവും പ്രകൃതി തന്നെ തീർക്കുന്ന ഹിമലിംഗത്തെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ എത്തിച്ചേരുന്നത്. എന്നാൽ ആ പവിത്ര ഗുഹയിൽ മറ്റൊരു വിസ്മയം കൂടിയുണ്ട്. മരിക്കാത്ത 2 പ്രാവുകൾ. ഈ പ്രാവുകൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നതിന് പിന്നിൽ മനോഹരമായൊരു കഥയുണ്ട്. ഒരിക്കൽ മാതാ പാർവതി മഹാദേവനോട് ഒരു സംശയം ചോദിച്ചു. സ്വാമി, അങ്ങക്ക് മരണമില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ആ അമരത്വത്തിന്റെ രഹസ്യം? ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യമായ അമരകഥ ഉപദേശിക്കാൻ മഹാദേവൻ തീരുമാനിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഈ രഹസ്യം മറ്റാരും കേൾക്കാൻ പാടില്ല. അതിനായി ആരും വരാത്ത ഹിമാലയത്തിലെ ഈ ഒറ്റപ്പെട്ട ഗുഹ മഹാദേവൻ തിരഞ്ഞെടുത്തു. താൻ സ്നേഹിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഓരോന്നായി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മാതാ പാർവതിയെയും കൊണ്ട് യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നും അമർനാഥ് യാത്രയിലെ ഓരോ സ്ഥലത്തിനും പ്രത്യേക പ്രാധാന്യമുള്ളത്. യാത്രയിൽ തന്റെ പ്രിയപ്പെട്ട വാഹനമായ നന്ദിയെ മഹാദേവൻ പഹൽഗാമിൽ നിർത്തി. മഹാദേവന്റെ ശിരസിലെ ചന്ദ്രകലയെ ചന്ദൻ വാരിയിൽ മാറ്റിവെച്ചു. കഴുത്തിലെ ആഭരണമായ വാസുകിയെ ശേഷനാഗ് തടാകത്തിൽ ഉപേക്ഷിച്ചു. പുത്രനായ ഗണപതി ഭഗവാനെ കാവലായി മഹാഗുണസ് പർവ്വതത്തിൽ കാവൽ നിർത്തി. അവസാനം തന്റെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ പഞ്ചതർണിയിൽ ഉപേക്ഷിച്ച് തികച്ചും ഏകനായി മഹാദേവനും മാതാ പാർവതിയും ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഗുഹയ്ക്കുള്ളിൽ വെച്ച് മാതാ പാർവതിയെ മുന്നിലിരുത്തി മഹാദേവൻ ആ രഹസ്യം പറയാൻ തുടങ്ങി. ചുറ്റും ആരുമില്ലെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഗുഹയുടെ ഒരു മൂലയിൽ 2 പ്രാവ് മുട്ടകൾ ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കഥ പറഞ്ഞു തുടങ്ങിയതോടെ ആ മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. മഹാദേവൻ കഥ പറയുന്നതിനനുസരിച്ച് മാതാ പാർവതി മൂളിക്കൊണ്ടിരുന്നു. എന്നാൽ കഥയുടെ ഇടയിൽ ദേവി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ ആ കുഞ്ഞു പ്രാവുകൾ ദേവി മൂളുന്നത് പോലെ മൂളിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി ഭഗവാനോട് പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. കഥ പൂർത്തിയായപ്പോൾ മാത്രമാണ് മാതാ പാർവതി ഉറങ്ങുകയാണെന്നും താൻ പറഞ്ഞ രഹസ്യം മുഴുവൻ കേട്ടത് ഈ പക്ഷികളാണെന്നും മഹാദേവൻ തിരിച്ചറിഞ്ഞത്. ആദ്യം ഭഗവാന് ദേഷ്യം വന്നുവെങ്കിലും അമരത്വത്തിന്റെ രഹസ്യം കേട്ടുകഴിഞ്ഞ ആ പക്ഷികളെ വധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അവർ ഇപ്പോൾ മരണമില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മഹാദേവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ഗുഹയുടെ കാവൽക്കാരായിരിക്കും. ഇവിടെ എന്നെ ദർശിക്കാൻ വരുന്ന ഭക്തർക്ക് നിങ്ങളുടെ ദർശനവും ലഭിക്കും. ഭക്തിയുടെയും അമരത്വത്തിന്റെയും സാക്ഷികളായി നിങ്ങൾ എന്നും അറിയപ്പെടും. സുഹൃത്തുക്കളെ, ഇന്നും മനുഷ്യർക്ക് ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുള്ള ആ മഞ്ഞുമലകളിൽ ആഹാരമോ ജലമോ ഇല്ലാതെ ഈ പ്രാവുകൾ ജീവിക്കുന്നു. അത് മഹാദേവന്റെ വാക്കിന്റെ സത്യമായി ഇന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. മഹാദേവൻ അമരത്വത്തിന്റെ മഹത്തായ രഹസ്യം ഉപദേശിച്ചപ്പോൾ അത് പൂർണ്ണമായി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് ആ പ്രാവുകൾക്കായിരുന്നു. നമ്മൾ അറിവോ ഭക്തിയോ തേടുമ്പോൾ എത്രത്തോളം ശ്രദ്ധാലുവായിരിക്കണമെന്ന് ഇത് കാണിച്ചു തരുന്നു. കൂടാതെ ലൗകികമായ എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചാൽ മാത്രമേ, അതായത് നന്ദി, ചന്ദ്രൻ, വാസുകി, പുത്രൻ, പഞ്ചഭൂതങ്ങൾ എന്നിവയെ ഉപേക്ഷിച്ചതുപോലെ പരമമായ ജ്ഞാനം നേടാൻ കഴിയൂ എന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം ആ പ്രാവുകൾക്ക് ലഭിച്ച അമരത്വം സൂചിപ്പിക്കുന്നത് ദൈവീകമായ കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുചേരുന്നവർ പോലും അനുഗ്രഹിക്കപ്പെടും എന്നാണ്. അമർനാഥ് ഗുഹയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.